ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മന്ത്രവാദിനി ശ്രേയയുടെ കയ്യിൽ പാവ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ പാവയിൽ ഒരു ദുർമൂർത്തിയുണ്ട്. അത് മാളുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാളു നിയന്ത്രിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ആ കൈലാസം തന്നെ തിരിച്ചു വെക്കുമെന്നൊക്കെ പറയുന്നു. ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ശ്രേയ പറയുന്നുണ്ട്, ആ ഗൗരി ഗംഗയുടെ കൂടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്തത്, അതിനെല്ലാം ഞാൻ പകരം വീട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കൈലാസത്തിൽ ബർത്ത്ഡേക്കുള്ള ആഘോഷങ്ങളൊക്കെ ഒരുക്കുകയാണ്. മാളുവിന്റെ ബർത്ത്ഡേ കേക്കുമായിട്ട് രാഹുൽ വരുന്നുണ്ട്. മഹിയും ഗംഗയും ബർത്ത്ഡേ ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണ്. അതേ സമയത്ത് ഹൈമാവതി മാളുവിന് കൊടുക്കാനുള്ള പാവ കയ്യിൽ വെച്ചുകൊണ്ട് വിചാരിക്കുകയാണ്, ഇത് രാഹുലിനെ ഏൽപ്പിച്ചാലോ, രാഹുലിനെ കൊണ്ട് കൊടുപ്പിച്ചാലോ എന്നൊക്കെ. ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. രാഹുലിനോട് പറയുന്നുണ്ട്, ഈ പാവ മാളുവിന് കൊടുത്തേക്കാനെന്ന്. രാജിയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, രാജിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇത് നിങ്ങൾ വാങ്ങിയതല്ല, നിങ്ങൾ തന്നെ കൊടുത്താൽ മതിയെന്നൊക്കെ പറയുന്നു. പിന്നീട് മാളുവിന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നു. ആ സമയത്ത് ഹൈമാവതി ആണെങ്കിൽ മാളുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പാവ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. പാവ കാണുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമാകുന്നു. പാവ മാളുവിന്റെ കയ്യിൽ എത്തുമ്പോൾ തന്നെ പൂജാമുറിയിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് പോയി നോക്കുന്നുണ്ട്. നിലവിളക്ക് താഴേക്ക് വീണിട്ട് തീ കത്തുകയാണ്. എല്ലാവരും കൂടെ തീയൊക്കെ അണയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മാളു പാവയുടെ കൂടെ ഇപ്പുറത്ത് തനിച്ചായിരുന്നു. മാളുവിന് പെട്ടെന്ന് എന്തോ വയ്യാതാകുന്നുണ്ട്. മാളു വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. മാളു പാവ വലിച്ചെറിയുന്നുണ്ട്. പാവയ്ക്കുള്ളിലെ ആത്മാവ് മാളുവിന്റെ ശരീരത്തിലേക്ക് കയറുന്നു. മാളു പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ട്. എല്ലാവരും മാളുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാളു ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ മഹിയും ഗംഗയും രാഹുലും ഹോസ്പിറ്റലിലേക്ക് മാളുവിനെ കൊണ്ടുപോകുന്നു. ഹൈമാവതി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മാളുവിന്റെ ശരീരത്തിൽ ആ ആത്മാവ് കയറിയിട്ടുണ്ട്, എന്തായാലും അവൾ ഇനിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ കരുതുന്നു. ഹൈമാവതി വിചാരിക്കുന്നുണ്ട്, മാളുവിന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവിനെ മോചിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ പാവയെ കത്തിച്ച് കളയുന്നതാണ് നല്ലതെന്നൊക്കെ വിചാരിക്കുന്നു. ഹൈമാവതി ആ പാവയ്ക്ക് തീ കൊളുത്തി താഴേക്കിടുകയാണ്. ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട്. ഗൗരി വിചാരിക്കുന്നുണ്ട്, മാളുവിന്റെ പാവ ഇവരെന്തിനാണ് കത്തിക്കുന്നത്, എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ഹൈമാവതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഗൗരി ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ആ പാവയിലെ തീ അണച്ച് കളയുകയാണ്. അതേ സമയത്ത് മാളുവിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മാളുവിന് പ്രശ്നമൊന്നുമില്ല, എന്തോ കണ്ടു പേടിച്ചതാണെന്നൊക്കെ പറയുന്നു. മാളുവും എനിക്കിപ്പോ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. മാളുവിനെയും കൂട്ടി എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. മാളു ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഗംഗ അടുത്തുണ്ടായിരുന്നു. ഗംഗ മാളുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. മാളു അപ്പോൾ ഗംഗയോട് ദേഷ്യപ്പെടുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് നിന്ന് പോകെന്നൊക്കെ പറഞ്ഞിട്ട് മുറിക്കുള്ളിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. ബഹളം കേട്ടുകൊണ്ട് മഹി അവിടേക്ക് വരുന്നുണ്ട്. മഹി അവിടെ വരുമ്പോഴേക്കും മാളു ബോധം കെട്ട് വീഴുന്നുണ്ട്. ഗംഗയോടാണെങ്കിൽ മഹി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ഗംഗ അപ്പോൾ മാളുവിന്റെ കാര്യം പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. മഹിയേട്ടന് സങ്കടമാകുമെന്നൊക്കെ കരുതിയിട്ട് പറയുന്നുണ്ട്. മാളു ഉറക്കത്തിൽ നിന്നും എന്തോ പേടിച്ചതാണെന്ന് തോന്നുന്നു, എന്തോ പറയുകയൊക്കെ ചെയ്തു, അതാണെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും ഉറങ്ങിയെന്നൊക്കെ പറയാണ്. ഗംഗയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ഗംഗ വിചാരിക്കുന്നുണ്ട്, മാളുവിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഗംഗ റൂമിലേക്ക് പോയതിനു ശേഷം ഗൗരിയെ വിളിക്കുന്നു. ഗൗരിയോട് കാര്യമൊക്കെ പറയുന്നുണ്ട്. ഗംഗ പറയുന്നുണ്ട്, ഹൈമാവതി ആ പാവ കൊടുത്തതിൽ പിന്നെയാണ് എന്തോ പ്രശ്നമുണ്ടായിരിക്കുന്നത്, എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു. ഗൗരിയും അപ്പോൾ പറയുന്നുണ്ട്, ആ പാവയുടെ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്, അത് ഹൈമാവതി കത്തിക്കാൻ നോക്കിയതാണ്, അത് പോയി എടുക്കാനെന്നൊക്കെ പറയുന്നു. ഗൗരിയും ഗംഗയും രാത്രിയിൽ പോയി ആ പാവ എടുക്കുകയാണ്. ഗംഗ ആ പാവ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കത്തിക്കരിഞ്ഞിട്ടൊന്നുമില്ലെന്ന്. പെട്ടെന്ന് മാളു ഇവിടേക്ക് വരുന്നുണ്ട്. മാളു വന്നിട്ട് ഗൗരിയെ ബന്ധിക്കുകയാണ്. ഗൗരി പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഗംഗെ, ഭയങ്കര ചൂടെടുക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗൗരി അവിടെ നിന്നും പോകുന്നു. മാളു ഗംഗയുടെ കയ്യിൽ നിന്നും പാവ തട്ടിപ്പറിക്കുകയാണ്. അതിനുശേഷം മാളുവിനെ കാണുന്നില്ല, അപ്രത്യക്ഷമാകുന്നുണ്ട്. ഗംഗ റൂമിലേക്ക് വരുമ്പോൾ മാളു മഹിയുടെ കൂടെ കിടന്നുറങ്ങുന്നത് കാണുന്നു. പാവ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ആ പാവ പഴയതുപോലെ ആയിട്ടുമുണ്ട്. ഗംഗ മഹിയെ വിളിച്ചുണർത്തുന്നുണ്ട്. വിളിച്ചുണർത്തിയിട്ട് മാളു ആണെങ്കിൽ താഴേക്ക് വന്നിരുന്നു. പാവ എടുത്തിട്ട് പോയെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായെന്നൊക്കെ പറയുകയാണ്. മഹി അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് തോന്നിയതായിരിക്കുമെന്നൊക്കെ. മഹി ഒന്നുമില്ല, താൻ സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാനെന്ന് പറയുന്നുണ്ട്. ഗംഗ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് മാളു കണ്ണു തുറന്നു നോക്കുന്നുണ്ട്. ഗംഗ അപ്പോൾ പേടിച്ച് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ഗംഗ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടക്കുന്നുണ്ട്. ഗംഗ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് മാളു വീണ്ടും കണ്ണ് തുറന്നു നോക്കുന്നു.
ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.